അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്? നിങ്ങൾ തന്നെ നിരീക്ഷിക്കൂ. ടെസ്റ്റ് ചെയ്യേണ്ട എന്നല്ല, നിങ്ങൾ തന്നെ നിരീക്ഷിക്കൂ. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ആ ചികിത്സ നമ്മുടെ നാട്ടിൽ വരുന്നത് വരെ, ആ ചികിത്സയുടെ ഉപഭോക്താവ് ആകുന്നത് വരെ നമ്മുടെ നാട്ടിൽ ഇത്തരം രോഗമുള്ളവരെ കാണാൻ പറ്റുമായിരുന്നോ? അല്ലെ, ഇന്ന് അത്തരം രോഗം ഇല്ലാത്തവരെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടി വരും. അല്ലെ, ഇന്ന് അത്തരം രോഗമില്ലാത്തവരെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടി വരും. അല്ല, ആ ചികിത്സക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം തരുന്ന ആ മരുന്നെന്ന് വിദ്യാസമ്പന്നർ വിളിക്കുന്ന പൂർണ്ണമായും ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് മാത്രമായ, അല്ലേ, ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് മാത്രമായ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലഹരി പദാർത്ഥവും രാസവിഷവും. ഇത് ഓരോ വിദ്യാസമ്പന്നൻ്റെയും തീന്മേശയിൽ, അല്ല, ഇത് ഓരോ വിദ്യാസമ്പന്നൻ്റെയും വീട്ടിൽ, അല്ലെ, ഉപ്പില്ലാത്ത വീടില്ല എന്ന് നമുക്കറിയാം. അല്ലേ, ഉപ്പില്ലാത്ത വീടുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ ഈ രാസവിഷം ഇല്ലാത്ത വീട് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെ, ചിലപ്പോൾ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ചികിത്സയുടെ വീട് ഒഴിച്ച് കേരളക്കരയിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടി വരും. അല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, നമ്മുടെ നാട്ടിൽ രോഗങ്ങളില്ലാത്തവരിന്നില്ല. പണ്ട് ഇത് ഒരു വീട്ടിലും ഇല്ലായിരുന്നു. ആരും ഇതിൻ്റെ ഉപഭോക്താവ് ആയിരുന്നില്ല പണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ രോഗങ്ങളുള്ളവരുമില്ല. അല്ല, ഇത്തരം രോഗങ്ങളുള്ളവരെ നമുക്ക് കാണാനും സാധിക്കില്ലായിരുന്നു. അല്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷം കഴിച്ചാൽ രോഗം മാറുമോ? അല്ലേ, വിഷം കഴിച്ചാൽ രോഗം മാറുമോ? അപ്പോൾ രാസവിഷം കഴിച്ചാലോ? മാറും. പുതിയ രോഗത്തിലേക്ക് മാറും.